ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളത്തെ ശേഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലാണ് ഉള്ളത്, പെരിന്തൽമണ്ണ. അപ്പോൾ അതിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെയാണ് നമ്മൾ ഡെലിവറി ഒക്കെ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. വരെ നമ്മൾ നാട്ടിൽ ചെറുപ്പളശ്ശേരി ഇനി കാണിച്ചിനി. അപ്പം ഇനി ഇങ്ങോട്ട് മാറാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ് അല്ലേ. മെയിനായിട്ട് മാറുന്നത് എന്തിനാണ് അതും കൂടി പറയാല്ലേ. ഇവിടെ ഡെലിവറി ഞങ്ങളെ നാട്ടില് ശാന്തിയിലായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് ഭർത്താക്കന്മാരെ കയറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ ഇവിടെ എല്ലാരും അങ്ങനെ ചെയ്തത് കണ്ട് നമ്മളെ ഷാദിയത്ത് അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഡെലിവറി നമ്മുടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമ്മള് നമ്മുടെ നാട്ടില് നോക്കിയപ്പോൾ ഏറ്റവും എന്താണ് ഡെലിവറിക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ എന്തായാലും ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോയില് ഇത് എല്ലാവരും ചോദിക്കും, അപ്പൊ ചക്കരക്ക് ബെസ്റ്റ് ഓപ്ഷൻ ഇല്ലേ എന്നുള്ള ചോദ്യമൊക്കെ അവര് ചോദിക്കും. ഓരോരുത്തരും ഇഷ്ടം. ഇത് ഞാൻ ഇക്കനോട് പറഞ്ഞാണ്, നിങ്ങൾ എന്തായാലും ഞാൻ ഇവിടെ പ്രസവിച്ച് കഴിഞ്ഞപ്പോ ശാന്തിയിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് അറിയാൻ മതിയാവും. ഞാൻ ആദ്യമേ പറഞ്ഞിനി കമന്റിലൊക്കെ, ശാന്തിയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ചോദിച്ചും ചെയ്തിനി. അവിടെ അങ്ങനെ അതില്ല. അപ്പൊ ഞാൻ പറഞ്ഞ അടുത്തുണ്ടെങ്കിൽ എന്തായാലും ക്രാഫ്റ്റിക്ക് നമ്മൾ പോകും, നിങ്ങൾ ഞാൻ കേട്ടു. അതായത് ഫസ്റ്റ് ഡെലിവറി നമ്മള് സിനുവിന്റെ വീട്ടിൽ നിന്നും, സെക്കൻഡ് നമ്മൾ ഈ ഡെലിവറി ഉദ്ദേശിക്കുന്നത് നമ്മളെ വീട്ടിൽ നിന്നുമാണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് ദൂരത്തേക്കൊന്നും പോകാൻ പറ്റൂല. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നമ്മൾ ചൂസ് ചെയ്തപ്പോൾ നമ്മൾ എന്തായാലും ക്രാഫ്റ്റ് ആണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തായാലും ക്രാഫ്റ്റിൽ ചെന്ന് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്കൊരു ഞാൻ പറഞ്ഞത് എനിക്കൊരു ആഗ്രഹം ഇല്ലോട്ടോ അതിൻ്റെ ഉള്ളിൽ കയറാൻ. അങ്ങനെ എനിക്കത് പേടിയാണ്. എന്ത് പ്രസവാട് കയറുന്നതോ? നിങ്ങൾക്ക് പറഞ്ഞാൽ മതി. അതൊന്നും ആ നേരത്തൊന്നും നമ്മൾ കയറാൻ പാടില്ല. ഇവര് പെണ്ണുങ്ങളുടെ വിചാരം എന്താണെന്നറിയോ, അത് ആണുങ്ങൾ അത് അറിയണം. വേദന അങ്ങക്ക് ആണുങ്ങൾക്കാണ് തന്നെങ്കിൽ ഒറ്റ ആളും പ്രസവിക്കൂല. കണ്ട് തോന്നലാ. അതിനല്ല കാണാനല്ല, നമുക്ക് ആ ഒരു നേരത്ത് ഒരു മെന്റലി സപ്പോർട്ടോ ഒരു നമ്മൾ അത്രയും കെയർ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് വേദന ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ടാവും. അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളെ കണ്ടന്റ് അസുഖങ്ങൾ കുറയാറുണ്ട്. ഇതിപ്പോ മിക്കവാറും ഇവിടെ ഡെലിവറി കഴിയുമ്പോഴേക്ക് ഞാനവിടെ കടപ്പിലാവും. ഇതിനെ കൊണ്ടേക്കോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി വായിക്കരുത്. ഓരോ ഇഷ്ടത്തിനാണ് ഓല് കാണിക്കുന്നത്. ഞാൻ പറയില്ലേ, ഞാൻ പറയട്ടെ, അതിപ്പോ അവന് ഓൾക്ക് ഭർത്താവ് ഉണ്ട്, ഓലാണ് ഓരോ കാര്യങ്ങൾ നോക്കേണ്ടത്. അത് ഇപ്പോൾ കെട്ടിച്ചു വിട്ടിട്ട് ഞാൻ തന്നെ ഇഞ്ചടി ആ ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നൊന്നും എനിക്ക് വരാൻ പറ്റൂല. നമ്മള് സജഷൻസ് പറയാ. ഇപ്പൊ ഉമ്മയാണ് എന്ത് സജഷൻ പറഞ്ഞിരിക്കണേ. ഉമ്മാക്ക് ചിലപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം മുതലേ എന്താക്കണേ, ഇപ്പൊ സോഫിന്റെ ഡെലിവറി അല്ല ഉമ്മന്റെ അതായത് ഉമ്മന്റെ കുടുംബത്തിലെ ഡെലിവറികളൊക്കെ എന്താന്ന് വെച്ചാൽ നോർമൽ ഡെലിവറികളൊക്കെ ഓരോരുത്തർക്കും ഓരോ ഡോക്ടർമാരെ പിടുത്താണല്ലോ. ഇപ്പൊ ആധുനിക ടെക്നോളജിയാണ് എല്ലാവരും നോക്കുക. അപ്പൊ നമ്മുടെ ക്രാഫ്റ്റിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരുവിധം അവര് സുഖപ്രസവമാക്കാനാണ് പരമാവധി നോക്കുക. അതിനുള്ള അതായത് പിന്നെ എന്തായാലും ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവിടുത്തെ റൂംസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ക്രാഫ്റ്റിലെങ്കിലും നമ്മളിവിടെ ഓരോരുത്തരെ ഇപ്പോൾ നമ്മുടെ മേഖല യൂട്യൂബ് ആവുകൊണ്ട് ഇവിടെ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് ഡെലിവറി നടന്നും പോകുന്നുണ്ട്. നമ്മളവിടെ വരലും അവിടുത്തെ സിറ്റുവേഷൻസ്, അതായത് അവിടെ നടക്കുന്നത് കാണുന്നതും അവിടുത്തെ റൂംസും ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എന്തായാലും നമ്മൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു ഡെലിവറി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്രാഫ്റ്റിൽ തന്നെയാണ് നമ്മൾ വിചാരിച്ചായിരുന്നു. ഇനി ബാക്കിയൊക്കെ എന്തായാലും അവിടെ നിന്നാക്കാം. അപ്പോൾ എന്തായാലും നമുക്കിനി ഡോക്ടറെ കാണണം അല്ലേ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോണതെന്ന് അനോമലി സ്കാനിങ്ങിന്റെ 4 മാസത്തെ ചെക്കപ്പ് അല്ല നമ്മൾ ഇതുവരെ കാണിച്ചത്. നമ്മുടെ നാട്ടില് ചെറുപ്പളശ്ശേരി മെഡിക്കൽ കോളേജ് പോലത്തെ ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നോർമലി നമ്മൾ കാണിച്ചത്. അപ്പോൾ പിന്നെ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ഹോസ്പിറ്റൽ മോശം എന്നുള്ളതല്ല, നമ്മളൊരു ഹോസ്പിറ്റലിന് മോശം പറയാൻ പറ്റില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കണ്ടോ ഇവൾക്ക് നിൽക്കണം ഇരിക്കണം അങ്ങനത്തെ ഒരു സംഭവങ്ങൾ വരുമ്പോൾ നമ്മളൊന്നും പാടെ ഹൈ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തു മാത്രം. നമ്മുടെ ഇഷ്ടങ്ങളല്ലേ ഇവിടെ ഉള്ളതെന്നുള്ളത്. അങ്ങനെ എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളിനി ഇവിടെ പോണത് നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്.
അപ്പോൾ ആ ഡേറ്റ് എന്താണ് ഇവിടെ ഇനി ഇവിടെ നിന്നുള്ള ഡെലിവറി ഒക്കെ നമ്മുടെ ക്രാഫ്റ്റിൽ നിന്നാവുകൊണ്ട് നമ്മളെന്താക്കണം അത് ഇവിടെ വന്നുങ്ങാണ്ട് ഒരു OP എടുത്തുങ്ങാണ്ട് എന്താക്കണം ഫസ്റ്റായിട്ട് നമ്മൾ ക്രാഫ്റ്റിൽ കാണിക്കണം. ഇതുവരെ നിലവിൽ നമ്മൾ അവിടെയാണ് കാണിച്ചത്. അത് നമ്മളൊരു 5-ാം മാസം 3-ാം മാസം ലെവലിൽ ഇങ്ങോട്ട് വരാച്ചിട്ട് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഉള്ളിൽ കയറി ബാക്കിയുള്ള OP എടുക്കലും അതുപോലെ തന്നെ ഡോക്ടർ സജസ്റ്റ് ചെയ്യലും ഡോക്ടറെ കാണലും എന്താണ് അനോമലി സ്കാനിങ്ങിന്റെ ഡേറ്റ് എടുക്കലൊക്കെയാണ് ഇന്നത്തെ. ഇവിടെ കാണിക്കുന്നോടത്ത് പൈസ കുറവ് കൂടുതൽ അങ്ങനെയൊന്നുമില്ല, നല്ല പൈസ എല്ലായിടത്തുണ്ട്. ഇനി ഉമ്മാടെ പറഞ്ഞിട്ട് ഞാൻ അഹങ്കാരിയാണ് അവിടെ കാണിച്ചില്ല അങ്ങനെയൊന്നും പറയരുത്. നമ്മളൊരു ഞാൻ പറഞ്ഞില്ല, അത് അവരിഷ്ടം. അവര് പറയാണ് ഞങ്ങക്ക് ക്രാഫ്റ്റിൽ കാണിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരും, അത്രേ ഉള്ളൂ. നമ്മൾ ഏതായാലും ഇങ്ങോട്ട് വരികയാണ്, അല്ലാതെ ഓല അങ്ങോട്ട് വിട്ടു മറ്റോല ഇങ്ങോട്ട് വിട്ടു എന്നുള്ള ആരെങ്കിലും ശാന്തിയിൽ താല്പര്യം ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോ ലാസ്റ്റിക്ക് എത്തിപ്പെടാനൊക്കെ എനിക്ക് പിന്നെ ഞാൻ അവിടെ ആയതിനോട് നമുക്ക് വെറുതെയായിരുന്നു. ഓല് ഇഷ്ടത്തിന് ചെയ്തോട്ടെ. നമ്മള് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൈസ്, നമ്മളിപ്പോ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിന്റെ മുന്നിൽ നിന്നിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അല്ലേ. നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിന്റെ ഉള്ളിലോട്ട് പോകുന്നത് കാരണം നമുക്ക് എത്രയും എളുപ്പം, നമുക്ക് ഒരിക്കലും നമുക്ക് പെരിന്തൽമണ്ണ ടച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. എത്തും. കാരണം എന്താ വെച്ചാൽ ബ്ലോക്കിലോ ഒന്നും നമുക്ക് കുടുങ്ങേണ്ട ആവശ്യമില്ല. നേരെ വന്നു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിൽ കയറുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഹോസ്പിറ്റൽ വരുന്നത് അല്ലേ. നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് നോക്കാം. അലേഹ, എന്നോട് ഞാൻ വായിൽ വരലൊരു ടീം പേര് കണ്ടില്ലേ, അലേഹ ശാന്തി. അയ്യോ ഫുള്ളാണ്, കാർ പാർക്കിംഗ് ഫുള്ളാണ് ചുട്ടി. നമുക്ക് ഇതിൻ്റെ അംഗം നോക്കാം. ഇതാണ് ഇതിൻ്റെ അംഗം, ഹാൻഡിൽ പിടിച്ച് തിരിക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ അംഗങ്ങൾ ഗൈസ്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കയറി. നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, ഇൻഷാ അല്ലാ. അതൊക്കെ നമ്മൾ അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വരുന്നതാവും അല്ലേ. അന്ന് നമുക്ക് ഉമ്മനെയൊക്കെ കൊണ്ടുവരണം അല്ലേ. അന്ന് സ്കാനിങ്ങിന് എന്തായാലും ഓലൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്കാനിങ് ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 7-ാം തീയതിയാണ്, ജൂൺ 7-നാണ് നമുക്ക് അനോമലി സ്കാനിങ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ കിട്ടാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ വെച്ചാൽ ഓക്കെ, അതെന്താ വെച്ചാൽ എന്താണ് അതിന് പറഞ്ഞ് നമ്മൾ ഡേറ്റിൻ്റെ ഗ്യാപ്പിൽ ഒരു കൺസൾട്ടേഷൻ എടുക്കണം അല്ലേ. കാരണം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇവിടെ കാണിക്കല്ലേ. അപ്പം അതിൻ്റെ മുന്നേ എന്തായാലും നമുക്ക് ഡോക്ടറെ കാണിച്ച് ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തരാം. എങ്ങനെയാണ്, എന്തൊക്കെയാണ്, എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ അല്ലേ, എന്താണ് സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് അപ്ഡേറ്റ് തരാം. അപ്പോൾ ഞങ്ങൾ ഈ നേരം വരെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ വീട്ടിൽ നിന്നല്ല ന്യൂസിൽ വന്ന് ഫുഡ് കഴിച്ചൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, രാവിലെ ഉമ്മ ചക്കരനെയും കൊണ്ട് പോയിക്കണേ. പിന്നെ സോഫി ഉണ്ടായിരുന്നില്ല, പിന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഇവൾക്ക് കുറേ തിരുമ്പാനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ എല്ലാവർക്കും പാടെ ഫുഡ് വെക്കാനുള്ള ഒരാൾക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ് ഉമ്മ വന്നിട്ട് വെച്ചോളൂ, പിന്നെ നമ്മളും പുറത്തേക്ക് പോകും, പിന്നെ സോഫിയും വരാൻ വൈകും. അപ്പോൾ പിന്നെ കുറച്ച് ചോറ് കറിയൊക്കെ വെച്ചാൽ മതിയാവുമല്ലോ. പിന്നെ വൈകുന്നേരത്ത് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടാം. എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ പണിയെടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. എല്ലാവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളൊറ്റക്ക് വേറെ പരിപാടികൾ അടിച്ചവരി തുടക്കലൊക്കെ കഴിഞ്ഞ്. അപ്പം ഞങ്ങൾക്ക് ഇനി ഫുഡ് കഴിക്കണം. അപ്പം ഞാനും അലേഹയും സിനുമ്പാടൊക്കെ ആയി ഫുഡ് കഴിക്കാൻ വേണ്ടി കാണുന്നു ഗൈസ്. സിനുദോ നെയ്ച്ചോറ്, ഞാൻ ചപ്പാത്തി, അലേഹ സീറ്റിങ്ങിലൊക്കെ ഇരുന്ന് ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക. അലേഹ ഒരു നോട്ടമല്ലോ കേട്ടോ. ഇതൊക്കെ കണക്കുള്ള കേട്ടോ, ഇതൊക്കെ തിന്നണേ ആ. എന്താ ചിക്കൻ കടായിയാ എൻ്റെ മെയിനായിട്ട് ഈ പുളിയഞ്ചി ഞാനായിട്ടാണ് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്.